ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം ദീപാരാധന തൊഴാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ നോക്കാം. അപ്പോൾ എനിക്ക് വലിയ ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ സിമ്പിളായിട്ടാണ് എന്നും ഒരുങ്ങാറുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു എനിക്ക് ഒത്തിരി വലിയ ഐറ്റംസ് ഇടുന്നത് താല്പര്യമില്ല. ഞാൻ ചെറിയൊരു കൈ ചെയിൻ ഇട്ടു. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മാലയുണ്ട്, ആ മാല ഇട്ടു. പിന്നെ കുഞ്ഞി കമ്മലിട്ടു. ഞാൻ വലിയ കമ്മലിടുകയും ചെയ്യും കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ ഈ ചെറിയ കമ്മലാണ് സെലക്ട് ചെയ്തത്. പിന്നെ എന്നും ആസ് യൂഷ്വൽ ഞാൻ ഉപയോഗിക്കുന്ന സെയിം ലിപ് ലൈനർ. അതിൻ്റെ മുകളിൽ സിംപ്ലി നാം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ലിപ്സ്റ്റിക്ക്, അതിൻ്റെ ഷെയ്ഡാണ് കേട്ടോ, നല്ല ഷെയ്ഡാണ്. പിന്നെ ആസ് യൂഷ്വൽ എന്നും മുടി കിട്ടുന്ന മാതിരി തന്നെ സെയിം രണ്ട് സ്ഥലത്തുനിന്ന് എടുത്ത് ചെറിയൊരു ക്ലിപ്പ് ഇടുക. ഇത് തന്നെയാണ് എൻ്റെ പരിപാടി. അങ്ങനെ തന്നെ എൻ്റെ മുടി മറ്റേ സ്മൂത്തനിങ് ചെയ്തതൊക്കെ ഇപ്പോൾ ഒരുവിധം പോയിട്ടുണ്ട്. പഴയ മുടികളൊക്കെ തന്നെ വന്നു. അപ്പോൾ പലയിടത്തും പല ഇതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് വേറെ ഒരു സെറ്റിലും കെട്ടാൻ പറ്റത്തില്ല, ഇത് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഞാൻ റെഡിയായി. ഞാനിങ്ങനെ റെഡിയായി നിന്ന് ഫോട്ടോയൊക്കെ ഇങ്ങനെ നിന്ന് നോക്കിയപ്പോഴാണ് അയ്യോ ഞാൻ ബ്ലഷ് ഇട്ടില്ല എന്ന് ഓർത്തത്. ഞാനപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്ക് തന്നെ വെച്ചിട്ട് തന്നെ 2 കുത്ത് കവിളിലിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടെ തന്നെ മോളും അനിയത്തിയും എൻ്റെ കൂടെ തന്നെ അവിടെ നിന്ന് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അവർക്കും ഓരോ ബ്ലഷൊക്കെ ഇട്ടങ്ങ് കൊടുത്ത് പിന്നെ ഞങ്ങൾ ബ്ലെൻഡ് എഴുതി തുടങ്ങി. കണ്ടോ, അടിപൊളിയായില്ലേ, സെറ്റായില്ലേ. കണ്ണ് ഞാൻ എഴുതുന്നില്ല കേട്ടോ. രാത്രി അമ്പലത്തിൽ പോകുമ്പോൾ കണ്ണ് എഴുതിയിട്ട് പോയിട്ട് പിന്നെ വൈകുന്നേരം വരുമ്പോൾ കണ്ണ് കറുത്തിരിക്കും. അതായത് അനിയത്തിക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത് ഏകദേശം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. ആരെയും ഞങ്ങൾ വെറുതെ ഇടുന്നില്ല കേട്ടോ. ഇതാണ് നിഷ ചേച്ചി, ഞങ്ങളുടെ അയൽവക്കത്തുള്ള ചേച്ചിയാണ്. ചേച്ചിയുടെ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നടന്നിരിക്കുകയാണ്. അമ്പലത്തിൽ തിരക്കുണ്ടാവും, രാവിലത്തെ പോലെയല്ല, വൈകുന്നേരങ്ങളിൽ എന്തൊക്കെയോ